ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വാങ്ങിച്ചുള്ളത് എല്ലാ ചാനലിലും ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലും ഇനി ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ബാക്ക് ടു സ്കൂൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ക്യൂട്ട് പെൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മളെടുത്ത് തൊഴിലാളിക്കും ചോക്ലേറ്റിൻ്റെ കവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചുള്ള ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ ഇന്ന് സ്നിക്കേഴ്സ് വന്നപ്പം തോന്നിയൊരു ഇതാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഇത് വെച്ചൊരു പെന്നുണ്ടാക്കാൻ നമ്മുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോ ഇന്നലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പോസ്റ്റ് ചെയ്യാം, ഇൻഷാ അല്ലാഹ് വേഗം തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നിപ്പാണ്. ഒരു പെണ്ണിൻ്റെ നിബ് എടുത്തിട്ടുണ്ട്. ഇതിനെ കുറച്ചധികം കട്ട് ചെയ്ത് പോയി കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല, നമ്മുടെ ആ ഒരു പാക്കറ്റിൻ്റെ ഒരു ഇതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല. ഇത് വല്ലാണ്ട് ചെറുതോ ആയോന്നൊരു സംശയമുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് ഞാനൊരു ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വേണമെന്ന് നിർബന്ധമില്ല. ഞാനിപ്പോൾ ഡബിൾ സൈഡ് ടാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കതൊന്ന് ഒരു ഇതാവേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെക്കണ്ടേ, അതിനായിട്ട് ഞാനിതാ ഇത് എന്തിൻ്റെയാണെന്നറിയില്ല. ഞാൻ അധികം സ്കുഷി പെൻ ഉണ്ടാക്കുമ്പോൾ ഇത് എടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു സ്കുഷി പെൻ എടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ യൂസ് ചെയ്തത്. നല്ല സ്പോഞ്ച് പോലെയാണ്. നല്ല ഭംഗിയാണ് തോന്നുമ്പോൾ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയൊന്നും വേണ്ട, ഞാൻ പിന്നെ എടുത്തുവെന്നേ ഉള്ളൂ. നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതൊന്നും സംഭവമൊന്നും മനസ്സിലായിട്ടില്ല, എൻ്റെ പേരും മനസ്സിലായിട്ടില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ ഉള്ളത് അപ്പോൾ അതും വേണം. അപ്പോൾ ഇത്രയൊക്കെ വേണ്ടുള്ളൂ. പിന്നെ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനത് കുറച്ചധികം ഇതാക്കിയിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടായിരുന്നു കഴിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ആദ്യം ഒട്ടിക്കാം. അതിന് ഞാൻ ഡബിൾ സൈഡ് ടാപ്പാണ് എടുക്കുന്നത്. ഞാൻ കുറച്ചധികം ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെറോ ടേപ്പായാലും യൂസ് ചെയ്യാം. ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് എടുത്തിരുന്നേ ഉള്ളൂ. ഓക്കെ, എന്നാൽ അതിന് മുമ്പുള്ള ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിനും ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് തന്നെയാണ് യൂസ് ചെയ്തത്. ഡബിൾ സൈഡ് ടേപ്പ് തീർന്നു പോയവരൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റേത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം ഇത്ര സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഫുള്ളായിട്ടൊന്ന് ഇതാക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നമുക്കിത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് ബാക്കി വരുന്നുണ്ട്, അത് നമുക്കൊന്ന് കട്ട് ചെയ്യണേ. കട്ട് ചെയ്യാം. ഞാൻ അങ്ങ് പറ്റിയിട്ടില്ല. നമുക്കിങ്ങനെ ഒട്ടിക്കാം. അതിൻ്റെ നേരെ ഒട്ടിക്കാം. എനിക്കിപ്പോൾ ഇവിടെ ചെറിയൊരു സ്പേസ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് കവർ ചെയ്യാം. ഓക്കെ, ഞാനൊരു ഇഞ്ച് ചെറുതായിട്ടുള്ളൊരു ഇതേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതുപോലെ കുറച്ച് ടേപ്പ് എടുക്കാം. കുറച്ച് ഇതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ സ്പോഞ്ചില്ല, അത് ചെയ്യാമേ. കട്ട് അധികം കൂടി സ്പോഞ്ച് ആകുമ്പോൾ നിങ്ങൾക്ക് അത്ര പെർഫെക്റ്റ് ഇരിക്കില്ലേ. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെയൊന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടൊന്ന് ഇതിൽ കുറച്ചൊന്ന് ഇതാക്കിയതിന് ശേഷം അതൊന്ന് റോൾ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് റോൾ ഇത് എടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കി വരുന്ന ഈ ഒരു പഞ്ഞിയല്ല ഈ സംഭവം ഞാൻ ഇതിലോട്ട് കയറ്റുന്നുണ്ട്. അതുപോലെ കുറച്ച് എടുത്ത് കയറ്റുക, അല്ലാണ്ട് ഫുള്ളായിട്ടൊന്ന് കയറ്റുമ്പോൾ ചെറിയ സമയം അത് അധികമായിട്ട് ഇതാകും, വല്ലാതെ എന്തോ പോലെ തോന്നും. എന്നിട്ട് നമ്മൾ കത്രി വെച്ച് ഞാനൊന്നതിനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഓക്കെ. നമുക്ക് കുറച്ചുകൂടി കയറ്റാനുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മുടെ അരിഞ്ഞിട്ടില്ലേ അതൊന്നും ഇവിടെ വെക്കണേ. അതിലുള്ള ഡബിൾ സൈഡ് ടേപ്പിൽ ഇത് വെച്ചിട്ട് നമ്മൾ കയ്യിലൊക്കെ അതിന് പോകുന്നൊക്കെ ഉണ്ടായി. പോരാ, കുറച്ച് ഡ്രസ്സായിട്ടുണ്ട്, കുറച്ചും കൂടി ഇതാക്കാം. നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുന്നുണ്ട്. കുറച്ച് നീളത്തിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കണേ. എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് താത്തിയിട്ട് ഏകദേശം ഒരു സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ആയില്ലെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും ശ്രമിക്കുക. ഓക്കെ, പക്ഷെ എനിക്ക് കുറച്ച് ബാക്കി കാണിക്കണ്ടേ. ഇവിടെ നല്ല കാറ്റാണ്, അതുകൊണ്ടൊന്ന് പാവനൊക്കെ ഉണ്ട് കണ്ടോ. ഇതാ ഇത് വെച്ച് ഞാൻ ആദ്യം കുറച്ച് ഉണ്ടോ ഉടുപ്പ് കണ്ടോ, ഇങ്ങനെയാണ് അത്. നമുക്ക് ഇങ്ങനെ വെക്കാം. എന്നിട്ട് വേറെ ഒന്നുമില്ല, നമുക്ക് ഇവിടെ നേരത്തെ ചെയ്ത പോലെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒന്ന് കുറച്ച് ഇട്ടാൽ മതിയേ. എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കേ. അധികം എടുത്തിട്ട് നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട, ഒന്നും പറഞ്ഞേ ഉള്ളൂ. കുറച്ച് കവർ ചെയ്യേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് നല്ല ഭംഗിയിൽ തന്നെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ ചെറുതായിട്ട് എൻ്റെ കൊളാകുന്നുണ്ടോ എന്ന് സംശയം തോന്നി, അതുകൊണ്ട് അങ്ങനെയല്ല. കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാമേ. അതുകൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുന്നിൽ നിന്ന് അപ്പോൾ അവിടെ ഞാൻ നമുക്ക് ചെറുതായിട്ടൊരു സംശയം തോന്നി. ഇത് ഇവിടെ അധികം സ്കുഷി നമ്മളിടാൻ വിട്ടുപോയി. ഇപ്പോൾ നമുക്ക് ഇടാം. ഓക്കെ, പിന്നെ നമുക്കിത് നല്ലോണം ഒന്ന് കഴിച്ചിട്ട് കുറച്ച് സ്കുഷി ഇടാം. കണ്ടോ, ഇത് കുറച്ച് ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് നരയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ഇങ്ങനെ നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമുക്കൊന്ന് സെല്ലോ ടേപ്പ് എടുക്കാം. എൻ്റെ കയ്യിൽ വീതിയുള്ള സെല്ലോ ടേപ്പ് ഇപ്പോൾ ഉള്ളൂ, ചെറുതില്ല. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒന്ന് വീതി കൊടുക്കണം. കുറച്ച് വീതി കട്ട് ചെയ്യാം. ഇത് വേറെ ഒന്നും പണിയില്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു കോണ് നമുക്ക് നിപ്പ് വെച്ച് ഇതൊന്നും ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. എന്നിട്ട് നിപ്പ് വെച്ച് കൊടുത്താൽ ഇത് നമുക്ക് ഇങ്ങനെ വേണമെന്നില്ല കേട്ടോ, ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ചെയ്യാം. എങ്കിലും ഞാൻ ഇത് വെച്ചാണ് ചെയ്യുന്നത്. സ്കുഷി പെന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കണ്ടേ. നന്നായിട്ട് പറ്റുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ക്യൂട്ട് പെൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.